ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. നമ്മൾ ഇന്നൊരു ചാലഞ്ച് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഫസ്റ്റ് നമ്മളുടെ രണ്ടുപേരും ആരോടെങ്കിലും ഒരാളോട് ചോദിച്ചിട്ട് അവൾക്ക് കിട്ടിയില്ലെങ്കിൽ നെക്സ്റ്റ് ആൾക്ക് പാസ് ചെയ്യും. അതാണ് വീഡിയോ. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. കേരളത്തിൽ കടൽത്തീരമില്ലാത്ത ജില്ലകളുടെ എണ്ണം 9, 8, 4, 5. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഇവളോടാണ്. കേരളത്തിലെ കടൽത്തീരമില്ലാത്ത ജില്ലകളുടെ എണ്ണാന്ന് പറയാൻ പറഞ്ഞിട്ടുള്ളത്. പറ. 5. നമുക്കിനി ആൻസർ ശരിയാണോ അല്ലാന്ന് നോക്കാം. ആൻസർ 5. കറക്റ്റാണ്. അടുത്ത ചോദ്യം. കേരളത്തിൽ കടൽത്തീരമുള്ള ജില്ലകളുടെ എണ്ണം 5, 9, 8, 6. നെക്സ്റ്റ് കേരളത്തിലെ കടൽത്തീരമുള്ള ജില്ലകളുടെ എണ്ണാന്ന് ചോദിച്ചിട്ടുള്ളത്. 6 അല്ല 6 മാറിപ്പോയി. 9. ആൻസർ 9. കേരളത്തിലെ പുണ്യ നദി ഏത്? പെരിയാർ. കേരളത്തിന്റെ പുണ്യനദി എന്നറിയപ്പെടുന്ന നദി ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഏത്? പമ്പയാ? ഇവള് പമ്പാന്ന് പറയുന്നുണ്ട്. ആൻസർ പമ്പ. ഗൈസ്, ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ല ഏത്? ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ല നമുക്കത് സംശയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കണ്ണൂർ. കാസർഗോഡ്, തിരുവനന്തപുരം. ആൻസർ കണ്ണൂർ. കേരളത്തിലെ ആകെ നദികളുടെ എണ്ണം എത്ര? 44, 40, 41, 44. 44. 43. 44 ആൾ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ആൻസർ 44. കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം എത്ര? 44, 41, 43, 42. 41. ആൻസർ 41. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? കേരളത്തിലെ നീളം കൂടിയ നദി കബനിയ? അല്ല, ഞാൻ കബനിന്ന് പറയുന്നു. ഇവള് പെരിയാർ, ചാലിയാർ, പമ്പ, കബനി. ആൻസർ പെരിയാർ. നീളം കൂടിയ നദി പെരിയാറാണ്. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി ഏത്? തെക്കേ അറ്റത്തുള്ള നദി നെയ്യാർ. പെരിയാർ, ചാലിയാർ, നെയ്യാർ, മണിമലയാർ. ആൻസർ നെയ്യാർ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത്? ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായൽ. ഓക്കെ. വേമ്പനാട്ട് കായൽ, അഷ്ടമുടി കായൽ, ശാസ്താംകോട്ട കായൽ, പൂക്കോട് തടാകം. ആൻസർ ശാസ്താംകോട്ട കായൽ. കേരളത്തിലെ ആകെ കായലുകളുടെ എണ്ണം എത്ര? അയ്യോ, കേരളത്തിൽ ആകെ കായലുകളുടെ എണ്ണം എനിക്ക് കറക്റ്റ് അറിയത്തില്ല. എന്നാലും 31. 30, ഞാൻ പറയുന്നു 30. 31, 34. അറിയില്ല ശരിക്കും. ആൻസർ 34. രണ്ടും തെറ്റന്നെ. കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന കായൽ ഏത്? കായലുകളുടെ രാജ്ഞി അറിയാ? ശാസ്താംകോട്ട കായലായിരിക്കും. എനിക്ക് വേമ്പനാട്ട് കായലാ തോന്നുന്നു. ശാസ്താംകോട്ട കായൽ, വേമ്പനാട്ട് കായൽ, അഷ്ടമുടി കായൽ, വെള്ളായണി കായൽ. ആൻസർ ശാസ്താംകോട്ട കായൽ.
നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ഏത്? അഷ്ടമുടി കായൽ. നെഹ്റു ട്രോഫി വള്ളംകളി നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് പുന്നമടക്കായൽ. പുന്നമട കായൽ, ശാസ്താംകോട്ട കായൽ, വെള്ളായണി കായൽ. ആൻസർ പുന്നമട കായൽ. തണ്ണീർമുക്കം ബണ്ട് സ്ഥിതി ചെയ്യുന്ന കായൽ ഏത്? ശാസ്താംകോട്ട അറിയാ? അഷ്ടമുടി കായലായിരിക്കും. കായൽ, അഷ്ടമുടി കായൽ, വേമ്പനാട്ട് കായൽ, കായംകുളം കായൽ. തണ്ണീർമുക്കം ബണ്ട്. ആൻസർ വേമ്പനാട്ട് കായൽ. പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? പത്തനംതിട്ട, വയനാട്, കൊല്ലം, തൃശൂർ. വയനാട്. ആൻസർ വയനാട്. തലയാർ എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ഏത്? ചാലിയാർ, നെയ്യാർ, പാമ്പാർ, മണിമലയാർ. പാമ്പാർ. ആൻസർ പാമ്പാർ. എനിക്കറിയില്ല കേട്ടോ. പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ടിരുന്ന നദി ഏത്? പമ്പ, കബനി, മണിമലയാർ, പാമ്പാർ. കബനിയോ പാമ്പാറോ? കബനി ആയിരിക്കും. ആൻസർ പമ്പ. രണ്ടല്ല, പമ്പ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ജില്ല ഏത്? പാലക്കാട്, ഇടുക്കി, കണ്ണൂർ, വയനാട്. ഇടുക്കി. ആൻസർ ഇടുക്കി. കേരളത്തിൽ ചന്ദനക്കാടുകൾ കാണപ്പെടുന്ന പ്രദേശം ഏത്? നിലമ്പൂർ, മൂന്നാർ, മറയൂർ, കാന്തല്ലൂർ. മറയൂർ. മറയൂർ. ആൻസർ മറയൂർ. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? മീശപ്പുലിമല, ആനമുടി, അഗസ്ത്യമല, ദോഡാബേട്ട. ആനമുടി. ആൻസർ ആനമുടി. കേരളത്തിന്റെ കവാടം എന്നറിയപ്പെടുന്ന ചുരം ഏത്? പേരമ്പാടി ചുരം, ആര്യങ്കാവ് ചുരം, പാലക്കാട് ചുരം, താമരശ്ശേരി ചുരം. ആര്യങ്കാവ് ചുരം. ആൻസർ പാലക്കാട് ചുരം. നാടുകാണി ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? പാലക്കാട്, മലപ്പുറം, കണ്ണൂർ, വയനാട്. മലപ്പുറം. ആൻസർ മലപ്പുറം. എനിക്കിതെല്ലാം എങ്ങനെ അറിയില്ലേ? കേരളത്തിലെ ഏറ്റവും ചെറിയ ചുരം ഏത്? പേരമ്പാടി ചുരം, നാടുകാണി ചുരം, ആര്യങ്കാവ് ചുരം, താമരശ്ശേരി ചുരം. നാടുകാണി ചുരം. ആൻസർ ആര്യങ്കാവ് ചുരം. എല്ലാം കേരളത്തിൽ അവസാനം രൂപം കൊണ്ട ജില്ല ഏത്? കണ്ണൂർ, കാസർഗോഡ്, വയനാട്, കോട്ടയം. കോട്ടയം. കാസർഗോഡ്. ആൻസർ കാസർഗോഡ്. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം ഏത്? തിരുവനന്തപുരം, എറണാകുളം, കോട്ടയം, തൃശൂർ. തൃശൂർ. ആൻസർ തൃശൂർ. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം ഏത്? തട്ടേക്കാട്, കുമരകം, കടലുണ്ടി, മംഗളവനം. കടലുണ്ടി. തട്ടേക്കാട്. ആൻസർ മംഗളവനം. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം ഏത്? തട്ടേക്കാട്, കുമരകം, മംഗളവനം, അരിപ്പ. എനിക്ക് രണ്ട് പക്ഷി സങ്കേതം അറിയൂ. തട്ടേക്കാടാന്ന് തോന്നുന്നു. ആൻസർ തട്ടേക്കാട്. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏത്? പറമ്പിക്കുളം, മുത്തങ്ങ, പെരിയാർ, നെയ്യാർ. പെരിയാർ. ആൻസർ പെരിയാർ. ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏത്? തിരുവനന്തപുരം, എറണാകുളം, മലപ്പുറം, തൃശൂർ. മലപ്പുറം ആകാനും ചാൻസ് കൂടുതൽ. ആൻസർ മലപ്പുറം. ജനസംഖ്യ ഏറ്റവും കുറവുള്ള ജില്ല ഏത്? വയനാട്, ഇടുക്കി, പത്തനംതിട്ട, കാസർഗോഡ്. വയനാട്. ആൻസർ വയനാട്. കേരളത്തിലെ ലോകസഭാ സീറ്റുകൾ എത്ര? 18, 19, 20, 21. 21 തോന്നുന്നു. ആൻസർ 20. 21 എനിക്ക് തോന്നിനി, പക്ഷെ 21 ഗൈസ്. അപ്പം ഇപ്പം കുറേ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്.
ഇതിൽ വിന്നർ ആരാന്ന് കമൻറ്റ് ചെയ്യാം. പോവാണ് ഗൈസ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നമ്മളെ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.